ഹലോ ഹായ് വളരെ ഈസി ആയിട്ട് ഹൗസ് ഹെയർ ലേസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോഴ്സ് ഹെയർ ലേസ് വേണം, പിന്നെ ഞാൻ എൻഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യത്തിന് ഒരു അളവ് മെഷർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഹോഴ്സ് ഹെയർ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്കിങ്ങനെ മീറ്റർ കണക്കിന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കാരണം ഇങ്ങനെ ചിലടത്ത് നമുക്കിങ്ങനെ മൊത്തത്തിലേ കിട്ടത്തുള്ളൂ, ചിലടത്ത് മീറ്ററായിട്ട് കിട്ടും. എന്നിട്ട് ആ ഹോഴ്സ് ഹെയർ നമ്മൾ അതൊന്ന് എഡ്ജ് ടൈ ചെയ്യില്ല, അതൊന്ന് ശ്രദ്ധിച്ച് വേണം ടൈ ചെയ്യാൻ. ഇതുപോലെ ഒന്ന് മുറുക്കി പിടിച്ച് രണ്ട് സൈഡ് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അല്ല എങ്കിൽ അത് കറക്റ്റ് ആ ഒരു ഇത് ഇരിക്കത്തില്ല. അതിനുശേഷം അതിൻ്റെ എഡ്ജില്ലേ, അതിൽ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ടൈ ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മൾ ടൈ ചെയ്തെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് തുടക്കത്തിലും അവസാനത്തിലും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ അത് ഇരിക്കത്തില്ല കേട്ടോ വൃത്തിയായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇനി നമുക്ക് എന്തെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ സെൻറ്റർ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉള്ളതല്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോക്കി ജസ്റ്റ് സെൻറ്ററിലേക്ക് ആ കംപ്ലീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ഒട്ടിച്ച് വെച്ചാലും മതിയാവും. ഇതുപോലെ. പിന്നെ ഇത് നിവർന്ന് നിൽക്കണ്ട എന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ വിടർന്ന് നിൽക്കണ്ട, കുറച്ചൊന്ന് നമുക്കിങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കണം അതായത് ഇങ്ങനെ ഒരു ഫ്ലഫി ആയിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഗം അപ്ലൈ ചെയ്യരുത് കേട്ടോ. കാരണം ഞാൻ അല്ലാത്ത രീതിയിലും ചെയ്തത് നമ്മുടെ ഇതിലുണ്ട്, എൻ്റെ യൂട്യൂബിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുറച്ചിങ്ങനെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ കുറച്ച് മേലോട്ട് എടുത്ത് ഇങ്ങനെ നമ്മളൊരു സൈഡ് ടൈ ചെയ്യുമ്പോൾ ആ രീതി നിൽക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിക്കരുത് കേട്ടോ. അല്ലാതെ രണ്ട് എഡ്ജും ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ടൈ ചെയ്താൽ മാത്രം മതിയാവും. അടുത്ത സൈഡും കിട്ടുമ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചുരുക്കി എടുക്കുക. എന്നിട്ട് എഡ്ജ് ഇങ്ങനെ എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒട്ടിക്കുക കേട്ടോ. അല്ലെങ്കിൽ കാരണം ചെറിയ കൂർത്ത ഭാവം പുറത്തോട്ടുണ്ടോ, അതൊക്കെ ഇയറിൽ കയറിക്കൊള്ളും കുട്ടികളുടെ. അതുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ ആ സൈഡ് ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്തിട്ട് ബാക്കി അങ്ങ് ഇങ്ങനെ ചേർത്തങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. വളരെ ബുദ്ധിമുട്ടല്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഞാനത് കറക്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അത് എങ്ങനെ ഒട്ടിക്കണമെന്നുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ സ്പീഡൊന്നും കൂട്ടാതെ വളരെ സ്ലോ ആയിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഇത് ചെയ്തു. ഇനി ആ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കണ്ടോ, അത് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചത് കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ടൈ ചെയ്യുമ്പോൾ കണ്ടില്ല, അതിങ്ങനെ വിടർന്ന് നിൽപ്പുണ്ട് ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ. അതിങ്ങനെ പരന്ന് നല്ല ഇതായിട്ട് നിൽക്കും. അല്ലെങ്കിൽ മേളിലോട്ടൊന്ന് ചുരുങ്ങി നിൽക്കും നമുക്ക്. അപ്പോൾ രണ്ടും നല്ല ഭംഗിയാണ് കേട്ടോ, രണ്ടും കാണാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൈ ചെയ്യണം. നമുക്ക് എത്ര പാർട്ടീഷൻ വേണമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മളിത് ടൈ ചെയ്യാൻ. ഞാൻ 3 എണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ വീതി കൂട്ടി രണ്ട് സൈഡും വീതി കുറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഒരു പാർട്ടീഷനും കൂടെ മതി. സൈഡിലത്തെ അതേ പാർട്ടീഷൻ തന്നെ അതേ ഒരു വീതിക്ക് നോക്കിയിട്ട് അടുത്ത് ഞാൻ അതേപോലെ അതേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലും ടൈ ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്കതങ്ങ് ടൈ ചെയ്യാം. ജസ്റ്റ് 2-3 പ്രാവശ്യം നന്നായിട്ട് ചുറ്റിയിട്ട് അങ്ങ് ടൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ചിലർ വയർ വെച്ച് ടൈ ചെയ്യും. എന്ത് വെച്ച് ടൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും ഇരിക്കും. നൂല് വെച്ച് ടൈ ചെയ്താലും ഇരിക്കാതെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് സ്റ്റോൺ ചെയിൻ മാത്രമല്ല പലതരത്തിലുള്ള ബീഡ്സ് ഒക്കെ കൊണ്ട് നമുക്ക് ചെയ്യാം. ഞാൻ സ്റ്റോൺ ചെയ്യുന്നത് കാരണം ഇതൊരു കസ്റ്റമൈസ്ഡ് പീസായിരുന്നു. അതുകൊണ്ട് കസ്റ്റമൈസേഷൻ ആയപ്പോൾ അവർക്ക് ഇഷ്ടത്തിന് അവരുടെ ഒരു തീം പറഞ്ഞതിന് വെച്ച് അനുസരിച്ച് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ സ്റ്റോൺ ചെയിൻ ആ എഡ്ജിലേക്ക് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഷേപ്പ് ഒരു ഓൾറെഡി ആയിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പ് എന്ന് പറയാം, തീരെ ഓവലും അല്ല. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ചെയിൻ ജസ്റ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കുക, പിന്നെ കട്ട് ചെയ്യുക. കണ്ടില്ലേ? ഇതുപോലെ വളരെ സിമ്പിളായിട്ട്. പിന്നെ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ എഡ്ജൊക്കെ ഇങ്ങനെ അറ്റത്ത് വന്ന് കറക്റ്റ് നിൽക്കില്ല. അതൊക്കെ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അറ്റമൊക്കെ എഡ്ജൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്താ പറയുക, ഒരു ഫിനിഷിങ് ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിലൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അടുത്ത സൈഡും പെട്ടെന്നങ്ങ് ഒട്ടിച്ചെടുക്കുക. കാരണം ഗ്ലൂ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കി ഇതുപോലെ
വളരെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പണിയൊന്നും അല്ല ഈ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ പൂർണ്ണമായും ഞാൻ അവിടെ ബീഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ആ എഡ്ജിൽ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് എന്ത് ചെയ്യില്ല, ഒട്ടിച്ചില്ല. കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇനി അടുത്ത് 2 സൈഡും നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ കണ്ടില്ലേ, ആ ഒരു 2 സൈഡിലും അപ്ലൈ ചെയ്യുക, ഒട്ടിക്കുക, അപ്ലൈ ചെയ്യുക. നമ്മുടെ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ, അത് വിട്ടു പോകരുത്. ഗ്ലൂ അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒട്ടിക്കുക. ഇതുപോലെ ആ എഡ്ജ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ. അഥവാ കണ്ടില്ലേ, ഞാനവിടെ തീരെ ചേർത്തല്ല ഞാൻ സ്റ്റോൺ ചെയിൻ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? നമ്മളൊന്നുമില്ല ഒത്തിരി അങ്ങ് ചേർത്തല്ല നിർത്തിയിരിക്കും, അവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ. ഇനി അവിടെ ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെയാണ് ഞാൻ പറയുന്നത്, ഒരു ഷാർപ്പായിട്ടുള്ളത് വെച്ച് നമ്മുടെ എഡ്ജ്. കാരണം നമ്മൾ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ ഇളകി വരും, അതുകൊണ്ടാണ്. ഗ്ലൂ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ അല്പം അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ വീണ്ടും അവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്, ഫുൾ ഇങ്ങനെ ചേർത്തല്ല. ആ എഡ്ജ് നമ്മളവിടെ ടൈ ചെയ്തില്ലേ ആ പോർഷൻസ്, കാരണം അവിടെ ഫ്ലവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പൊങ്ങിയിരിക്കാൻ സാധ്യത, ചിലപ്പോൾ ഇളകിപ്പോകും, അതുകൊണ്ടാണ്. ഇനി അടുത്ത സൈഡും അതുപോലെ അങ്ങ് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ നമ്മളെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് എഡ്ജ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ എഡ്ജ് നമ്മളുടെ ആ ഒരു എഡ്ജ് കറക്റ്റായിട്ട് നിൽക്കും. ഇനി ആ അടുത്ത സൈഡ് കൊണ്ട് അതും കൂടെ ഞാനങ്ങ് ചെയ്ത് തീർത്തു. ഇതുപോലെ അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്നില്ല. ഇതുപോലെ അതും ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ന് പറയുന്നത് വേണ്ട കട്ട് ബീഡ്സ് ഉണ്ട്, വെൽവെറ്റിൻ്റെ ഫ്ലവർ ഉണ്ട്, ക്ലിപ്പ് സ്റ്റോൺ ഉണ്ട്. ക്ലിപ്പ് സ്റ്റോൺ ഞാൻ വലുതാണ് എടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ ഞാനൊരു ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കുന്നു, 2 സൈഡിലും എന്താ പറയുക നമ്മുടെ വെൽവെറ്റിൻ്റെ ഫ്ലവർ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കൊടുത്തത്. നമുക്ക് സാധാ ഗ്ലൂ വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ഇന്നലെ ഞാൻ പെട്ടെന്ന് ഒട്ടിയിരിക്കാനാണ്, അതുകൊണ്ട് മാത്രം 2 സൈഡിലേക്ക് നമ്മുടെ എന്താ പറയുക വെൽവെറ്റിൻ്റെ ഫ്ലവറും വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലും കൂടെ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഫ്ലവർ കട്ട് ബീഡ്സും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക നന്നായിട്ട്. അതിനുശേഷം ക്ലിപ്പ് സ്റ്റോൺ വയ്ക്കുക. ക്ലിപ്പ് സ്റ്റോൺ 2 സൈഡിലും നമ്മുടെ എന്താ പറയുക കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. കട്ട് ബീഡ്സ് അല്ല, വെൽവെറ്റ് ഫ്ലവർ ഇതുപോലെ. അപ്പോൾ ഞാൻ എഡ്ജിൽ കൊടുക്കുന്നില്ല, എഡ്ജിൽ 2 സൈഡും കൊടുക്കുമ്പോൾ ആ ഇയറിൻ്റെ പോർഷനിലാണ് വരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. സെൻറ്ററിൽ 2 പോർഷനിലും കൊടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ ആ സെൻറ്ററിൽ ആ ഗ്യാപ്പ് ഫുൾ ഗ്യാപ്പിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു 2 3 കട്ട് ബീഡ്സും പിന്നെ ഒരു ഫ്ലവറും, അങ്ങനെയാണ് ഇനി ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്, വേറെ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി നമ്മുടെ കട്ട് ബീഡ്സ് ഇല്ലേ, കട്ട് ബീഡ്സ് ഒരു 3 കട്ട് ബീഡ്സ് വയ്ക്കുക. അത് നമ്മുടെ ഇഷ്ടം, നമുക്ക് എത്രത്തോളം ഫ്ലവർ വേണോ ആ ഒരു ഗ്യാപ്പിനനുസരിച്ച് 3 കട്ട് ബീഡ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വെൽവെറ്റ് ഫ്ലവർ. ഇത് കറക്റ്റായിട്ട് അങ്ങ് നമ്മൾ ചെയ്തു പോയാൽ മതിയാവും കേട്ടോ. ഫുള്ളായിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആ 3 പാർട്ടീഷനിലും ചെയ്യുന്നത് ഇത് തന്നെയാണ്. 3 നമ്മുടെ കട്ട് ബീഡ്സ് വെച്ചു, എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫ്ലവർ, വെൽവെറ്റിൻ്റെ ഫ്ലവറാണ് കേട്ടോ, നമുക്കങ്ങ് വാങ്ങിക്കാൻ കിട്ടും. വീണ്ടും അത് തന്നെയാണ്, അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ അത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ച് റെഡ് കളറിൻ്റെ ക്ലിപ്പ് സ്റ്റോണും കൂടെ ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര മാത്രമേ വേറെ എക്സ്ട്രാ ഒന്നും വേറെ ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ കുറച്ച് ക്ലിപ്പ് സ്റ്റോണും കൂടെ കൊടുത്തു, അത്രയേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.